ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി ഏറ്റുവാങ്ങാനായി ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലവൻ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിൽ നിന്നും ഷാമിലേക്ക് പുറപ്പെട്ടു. അബൂ ഹുബൈദയായിരുന്നു ഷാമിന്റെ ഗവർണർ. മദീനയിൽ നിന്നും വരുന്ന ഉമർ ഖലീഫയെ സ്വീകരിക്കേണ്ട ബാധ്യത അബൂ ഹുബൈദക്കായിരുന്നു. പക്ഷേ ഉമറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അബൂ ഹുബൈദക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഷാമിലെത്തിയ ഉടനെ ഖലീഫ ഉമർ എവിടെ അബൂ ഹുബൈദ എന്ന് ചോദിച്ചു. ഹുബൈദയോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഖലീഫ ഉമറിന്. അബൂ ഹുബൈദ കടന്നു വന്ന് ഉമറിനെ ആലിംഗനം ചെയ്തു. മാസങ്ങളായി അബൂ ഹുബൈദും ഉമറും നേരിൽ കണ്ടിട്ട് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്ന അബൂ ഹുബൈദയോട് ഉമർ ഖലീഫ ചോദിച്ചു, എന്താ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന്. ഗവർണർമാരുടെ സാമ്പത്തികവും ജീവിത രീതിയും പരിശോധിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ പതിവായിരുന്നു. ഷാമിൻ്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത അബൂ ഹുബൈദയുടെ ജീവിത പശ്ചാത്തലം അറിയാൻ ഉമറിനും തിടുക്കമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ത് കാര്യമെന്ന് അബൂ ഹുബൈദ മറുപടി പറഞ്ഞു. പക്ഷേ ഉമർ ഒന്നും മിണ്ടിയില്ല. അബൂ ഹുബൈദയുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ ഖലീഫ ഉമറിന് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു കുതിരയും ഒരു പാത്രവും ഒരു കമ്പിളി പുതുപ്പുമല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാനില്ലല്ലോ. താങ്കൾ ഒരു ഭരണാധികാരിയല്ലേ, താങ്കളുടെ സമ്പത്ത് എവിടെ? ഇവിടെ ഭക്ഷണമൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുബൈദ തൻ്റെ തോൽസഞ്ചിയിൽ നിന്നും അല്പം റൊട്ടിക്കഷ്ണങ്ങളെടുത്ത് ഉമറിന് നേരെ നീട്ടി. ഖലീഫ ഉമർ ദയനീയമായി അബൂ ഹുബൈദയെ ഒന്ന് നോക്കി. ഖലീഫ ഉമർ പൊട്ടിക്കരഞ്ഞു. എൻ്റെ അടുത്ത് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് അബൂ ഹുബൈദയും കരഞ്ഞു. യാ ഹബാ ഹുബൈദ്, ഞങ്ങളെല്ലാവരും ഭൗതിക ജീവിതത്തിൻ്റെ ലഹരിയിൽ പിടിഞ്ഞമർന്നിരിക്കുന്നു, താങ്കൾ ഒഴികെ. ഉബൈദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഖലീഫ ഉമർ കരഞ്ഞു. ഈ ലോകത്തിലെ ഏതൊരു ഭരണാധികാരിയും മാതൃകയാക്കേണ്ട ജീവിതമായിരുന്നു മഹാനായ അബൂ ഹുബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം.